ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ചിത്രാന്ന റൈസ് ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അത് ചിത്രാന്ന റൈസ് എന്ന് പറയുന്നത് ഈ റൈസിൻ്റെ തന്നെ പല വേർഷനിൽ നമ്മൾ ഉണ്ടാക്കുമല്ലോ. ടൊമാറ്റോ റൈസ്, ലെമൺ റൈസ്, അങ്ങനെയുള്ളതിനെയൊക്കെയാണ് നമ്മൾ അങ്ങനെ കർണാടക സൈഡിലോട്ടൊക്കെ പറയുന്നതാണ് ചിത്രാന്ന റൈസ് എന്ന്. നമ്മൾ വീടുകളിൽ ദിവസവും ഉണ്ടാക്കുന്ന ചോറിൽ നിന്നും വെറൈറ്റി ആയിട്ട് ഇതുപോലെയൊക്കെയുള്ള ചോറ് ഉണ്ടാക്കുമ്പോഴേക്കും വീട്ടിലുള്ളവർക്കും വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റ് ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 400 ഗ്രാം റൈസാണ് എടുത്തിരുന്നത്. അപ്പോൾ ഈ ചോറൊക്കെ തണുത്തിരിക്കുകയാണ്. നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും അറിയാം, തണുത്തിരിക്കുന്ന ചോറാണ് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് നല്ലത്. ഇത് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്ന ആ റൈസ് തന്നെ. ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല, 2 ടേബിൾ സ്പൂൺ നിലക്കടലയും ചേർത്ത് കൊടുക്കാം. ഈ കടലയൊക്കെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഒരു സവാള ഇതുപോലെ അരിഞ്ഞത്, ഒരു പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കണം. പച്ചമുളക് നമുക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് കൂടി എടുക്കാം. അപ്പോൾ ചോറിനാകുമ്പോഴത്തേക്ക് വലിയ എരിവിൻ്റെ ആവശ്യമില്ലല്ലോ, അപ്പോൾ ഒരെണ്ണം ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സവാളയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തീ വളരെ കുറച്ച് വേണം വെക്കാനായിട്ട്. ഈ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ആദ്യമേ പകുതി റൈസ് ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. അതിനുശേഷം ബാക്കിയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ചോറ് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒരുപാട് വെന്ത് പോകരുത്. ഇങ്ങനെയുള്ള റൈസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപാട് വെന്ത് പോവാത്ത രീതിയിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ബസ്മതി റൈസ് നമുക്കറിയാം വളരെ എളുപ്പമാണ് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ റൈസ് റെഡിയാക്കി കിട്ടുന്നതാണ്. ഇനി വേണ്ടത് ലെമണാണ്. ഇത്രയും ചോറിന് ഞാൻ ഈ ഒരു അരമുറി ലെമണാണ് ചേർക്കുന്നത്. ഞാൻ ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ നാരങ്ങയുടെ ആ ഒരു പുളി എന്ന് പറയുന്നത് ഒരുപാടായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പം ആ അളവ് കൂടി പോകരുത്. നമ്മൾ സാധാരണ നാട്ടിലെ ചെറിയ നാരങ്ങയാണ്. അപ്പം ആ നാരങ്ങയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു നാരങ്ങ എടുത്താൽ മതി 400 ഗ്രാം റൈസിന്. ലെമൺ ജ്യൂസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഇന്ന് ചോറ് മിക്സ് ചെയ്യുക. അപ്പം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലുള്ള മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ തീയുടെ ആവശ്യമില്ല. അപ്പോൾ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ആ മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ ചോറിലേക്ക് വന്നോളും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് എടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റുകൾ അറിയിക്കാനായിട്ട് മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.